അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മനസ്സോട് ചേർത്ത് വെച്ച് ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കുക, നാളെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വലിയ അഭിലാഷമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും സ്നേഹം അത് റസൂലുള്ളാഹി തങ്ങളോട് തന്നെയായിരിക്കണം. മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് ഒരിക്കലും നാം പൂർണാർത്ഥത്തിൽ വിജയികൾപ്പെടുകയില്ല. മറിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ധാരാളമായിട്ട് സ്നേഹിക്കേണ്ടതുണ്ട്. ഖുൽ ഇൻ തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിയെ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവരോട് നബിയെ നിങ്ങൾ പറയുക, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന്. അള്ളാഹിന്റെ ഹബീബിനെ എങ്ങനെ പിൻപറ്റണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് കാണിച്ചു തന്ന മഹനീയമായ ആദർശങ്ങള്, തിരുചര്യകള്, തിരുസുന്നത്തുകള് ജീവിതത്തിൽ പകർത്തി ഉന്നതമായ ഒരു ജീവിത ശൈലി പടുത്തുയർത്തുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമില്ലാതെ ഒരിക്കലും ഒരാൾക്കും വിജയിക്കാൻ സാധ്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിൽ പോലും തന്റെ ഹബീബിനെ ചേർത്തിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് ഹബീബിന് ഇടം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും യഥാസമയം നിർവഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, തനസ്സലുൽ മലായികതു വറൂഹ്. ഖദറിന്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട മലായികത്തെ കിറാമും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും കടന്നു വരുമെന്ന്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർക്ക് ഇസ്ലാമിൻ്റെ ദിവ്യ ബോധനം നൽകിയത് അത് ജിബ്രീലിലൂടെയായിരുന്നു. എന്നിട്ട് പോലും ജിബ്രീലിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിൽ കിടത്തിയിട്ടില്ല, മറിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കിടത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹബീബില്ലാതെ അള്ളാഹുവിലേക്ക് എത്താൻ സാധ്യമല്ല. ഹബീബിനെ നാം സ്നേഹിച്ച്, ആ ഹബീബിനെ നാം ഇഷ്ടം വെച്ച്, മുഹബ്ബത്ത് ഹബീബിലേക്ക് മാത്രം വെച്ച് നമ്മുടെ ജീവിതമൊക്കെ നാം തുഴഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.